ഓക്കെ, സോ ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മളെ റൈസപ്പിന്റെ RRR പ്രോഗ്രാം ആണ് ഇന്ന്. ബേസിക്കലി അതിന്റെ ഫസ്റ്റ് സെഷൻ ആണ്. സോ എന്താണ് RRR പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് റിവൈസ് റീകോൾ റൈസപ്പ് എന്നുള്ളതാണ്. സോ ഈ വീക്കിലെ ഫസ്റ്റ് വീക്കിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു? ഇന്ത്യൻ പൊളിറ്റിയുടെ NCERT ആയിരുന്നു അല്ലെ? സോ ഇന്ത്യൻ പൊളിറ്റിന്റെ NCERT വെച്ചിട്ട് റിവിഷൻ സെഷൻ ആണ് ബേസിക്കലി ഇത്. ഇവിടുത്തെ റിവിഷൻ സെക്ഷന്റെ ബേസിക്കലി എന്താണ് റൈസപ്പിന്റെ സെഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുത്തെ പ്രോഗ്രാമിൽ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് റൈസപ്പിന്റെ റിവിഷൻ ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമെമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു വീക്കിൽ പഠിച്ച സാധനങ്ങൾ ബേസിക്കലി എങ്ങനെയാണ് മെമ്മറി വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഒരേ കാര്യങ്ങൾ പഠിക്കുന്നു അല്ലെ. നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് മെമ്മറിയിൽ നിൽക്കുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മൾ സാധനം വായിക്കുന്ന സമയത്ത് ആക്ച്വലി ബ്രെയിൻ നിങ്ങളെ പറ്റിക്കാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ബ്രെയിൻ ആക്ച്വലി അത് പഠിക്കുന്നില്ല. എപ്പോഴാണ് പ്രോപ്പർ ആയിട്ട് ബ്രെയിൻ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ യു ആർ ആസ്കിങ് ദാറ്റ് പർട്ടിക്കുലർ സാധനം തിരിച്ചു ചോദിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബ്രെയിൻ അത് പഠിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതുവരെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അറിയാം എന്നുള്ള ധാരണ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ പല സമയത്തും ബുക്കുകൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എക്സാമിന്റെ സമയത്ത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് അറിയാം അല്ലെങ്കിൽ എനിക്കിത് ഓർമ്മ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ എക്സാമിനേഷനിൽ പോയി എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുക്സ് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, പഠനം പൂർത്തിയാവില്ല. പഠനം പൂർത്തിയാവുന്ന ഏത് പോയിന്റിലാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയും ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരു സാധനം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരാൾക്ക് പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അതിനെപ്പറ്റി, ആ കോൺസെപ്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതുവരെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം എത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നു, എത്ര റീകോൾ ചെയ്യാൻ പറ്റുന്നു, വേറൊരാൾക്ക് അത് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു, അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ കപ്പാസിറ്റി ഓഫ് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ച സാധനം അതേപോലെ തിരിച്ചു പറയാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഓൾറെഡി സ്റ്റോർഡ് ഇൻ യുവർ ബ്രെയിൻ. നിങ്ങളുടെ ന്യൂറോൺസ് എന്ത് ചെയ്യും, കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യും. ഓക്കെ, സോ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സയന്റിഫിക്കലി പ്രൂവൺ മെത്തേഡ്സ് ആണ്. സയന്റിഫിക്കലി നോക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സയന്റിഫിക്കലി ബ്രെയിൻ എന്താ ചെയ്യുന്നത്, റെക്കഗ്നൈസേഷൻ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കും. അത് ഉള്ളിലേക്ക് കയറ്റില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുന്ന പോലെ എന്ത് ചെയ്യും, റെക്കഗ്നൈസ് ചെയ്യും. അപ്പൊ റീകളക്ട് ചെയ്യേണ്ട സമയം വരുന്ന സമയത്ത് ഇത് ചിലപ്പം ഫെയിലിയർ ആയി പോകും. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും പ്രിലിംസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ബുക്ക് റീകളക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. റീകളക്ട് ചെയ്യുന്ന സമയത്ത് ഇത് പക്ഷെ നിങ്ങൾ മുന്നേ ചെയ്തിട്ടില്ല, നിങ്ങൾ എക്സാമിനേഷന്റെ ഹോളിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോൾ മാത്രമേ ബുക്ക് എന്ത് ചെയ്യുന്നു അതേപോലെ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് നമുക്ക് ആൻസേഴ്സ് തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ പഠനം കൃത്യമാക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈസപ്പില് RRR പ്രോഗ്രാം, അതായത് റിവൈസ് റീകോൾ റൈസപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് റിവൈസ് റീകോൾ റൈസപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതെന്താണ്, നിങ്ങൾക്കുള്ള മെമ്മറി ഗെയിം ആണ് ബേസിക്കലി. ഓക്കെ, ദിസ് ഇസ് നോട്ട് എ വെരി കൈൻഡ് ഓഫ് ഒരു വൺ വേ ടീച്ചിങ് അല്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നില്ല ഇവിടെ ഒന്നും, പക്ഷേ ദിസ് ഈസ് കൈൻഡ് ഓഫ് എ മെമ്മറി റീകോൾ ഗെയിം. സോ ഇവിടെ ഈ ഗെയിമിനകത്ത് ബേസിക്കലി ഓരോ കോൺസെപ്റ്റിനെ പറ്റി, ഇപ്പൊ ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്ത് ബന്ധപ്പെട്ട് ഓരോ കോൺസെപ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ആ കോൺസെപ്റ്റിന്റെ പല ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, എന്താണ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കോൺസെപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതായത് ആ കോൺസെപ്റ്റിന്റെ പല ഫീച്ചേഴ്സ് ആയിരിക്കും അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവുക. ആ കോൺസെപ്റ്റ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ പാർട്ടിസിപ്പേഷൻ വേണം. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ കാണുന്ന ആളുകൾക്ക് ഉത്തരം മനസ്സിലാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം എന്ത് ചെയ്യരുത്, ഇമ്മീഡിയറ്റ്ലി ടൈപ്പ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ള ആളുകളോട് പറയണം. സോ ഫസ്റ്റ് ഈ ആൻസർ കിട്ടുന്ന ആൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഒന്നെങ്കിൽ തംസപ്പ് ജസ്റ്റ് വെക്കുക, ഞാൻ നോട്ട് ചെയ്തോളാം. ഓക്കെ, സോ ഫസ്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ആൻസർ പറയരുത്, നിങ്ങൾ ജസ്റ്റ് തംസപ്പ് ഇട്ട് വെച്ചാൽ മതി. അതേപോലെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിക്കും, അന്നേരം കിട്ടുന്ന ആളുകൾ അന്നേരം തംസപ്പ് ഇടുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കിട്ടുന്ന സമയത്ത് അത് ഞാൻ കാണിക്കുമ്പോൾ തംസപ്പ് ഇടുക. അപ്പം ഒന്നുകൂടി ഞാൻ പറയാം, എന്താണ് ഒരു കോൺസെപ്റ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടാവും, ആ കോൺസെപ്റ്റിന്റെ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടാവുക. കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. ചിലപ്പം ചില ആളുകൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ കിട്ടും, ചില ആളുകൾക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലായിരിക്കും കിട്ടുക. അങ്ങനെ 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഓപ്ഷൻസ് ഒന്നുമില്ല, അതെന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. ഓക്കെ, സോ ട്രൈ ടു കണക്ട് റീകോൾ എന്താണ് വാട്ട് എവർ യു സ്റ്റഡീഡ് ബൈ ജസ്റ്റ് പുട്ടിംഗ് ദ ഇൻപുട്ട്. നമ്മൾ ഇവിടുന്ന് കുറെ ഇൻപുട്ട് കൊടുക്കും, ആ ഇൻപുട്ട് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, റീകളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ജസ്റ്റ് കൈൻഡ് ഓഫ് ക്വിസ് മോഡൽ പോലെ, ഗെയിം മോഡൽ പോലെ ആയിരിക്കും നമ്മൾ പോവാ. അപ്പം റൂൾസ് എല്ലാവർക്കും ഓക്കെ ആണോ, മനസ്സിലായോ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് ഇടാവോ? ഇനി കൺഫ്യൂഷൻ വിത്ത് ക്ലിയർ അല്ലെങ്കിൽ തംസപ്പ്, ഇങ്ങനെ താഴോട്ടുള്ള ഡൗൺ തംസപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു വൺസ് അഗൈൻ. ക്ലിയർ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഈ ചിഹ്നം ഇടുകയും, ക്ലിയർ അല്ലെങ്കിൽ ഈ ചിഹ്നം ഇടുകയും ചെയ്യും. ക്ലിയർ ആണ്? ഓക്കെ, വിഷ്ണുവിന് ഓക്കെ ആണ്. ഇവിടെ ഇതിനകത്ത് പ്രസ് ചെയ്താലും മതി. ഓക്കെ, ഫൈൻ. സോ
ഫസ്റ്റത്തേനകത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് എന്താണ്, നമ്മളും ഇതുപോലെ ഇങ്ങനത്തെ ഒരു റിവിഷന് വേണ്ടിയിട്ട് ഈ ഒരു ഏതൊരു ഗെയിം മെത്തേഡ് പോലെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, ബേസിക്കലി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ആ കോൺസെപ്റ്റ് എന്താ നിങ്ങൾ ഗസ്റ്റ് ചെയ്യണം കേട്ടോ. സോ എല്ലാവരും റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വി ആർ ഗോയിങ് ടു മൂവിങ് ടു ദി ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ഫസ്റ്റ് കോൺസെപ്റ്റ് എന്താ നോക്കാം. ഓക്കെ, ഫസ്റ്റ് കോൺസെപ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, I can create a law. First statement is I can create a law without parliament but not against it. Okay. ഇതിനകത്ത് തന്നെ ഉത്തരം കിട്ടിയ ആളുകൾ ജസ്റ്റ് ഒന്ന് തംസപ്പ് ഇട്ടാൽ മതി, തംസപ്പ് കാണിച്ചാൽ മതി. ഐ വിൽ നോട്ട് ഇറ്റ്. ഞാൻ അവസാനം ചോദിക്കാം കേട്ടോ. വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അത് കിട്ടുന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ ക്യാൻ ക്രിയേറ്റ് എ ലോ വിത്തൗട്ട് പാർലമെന്റ്. ഇനി നിങ്ങൾക്ക് ഷുവർ അല്ലേ നിങ്ങൾ ഉത്തരം പറയണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഗസ്റ്റ് കറക്റ്റ് ആണോ നിങ്ങൾ നോക്കിയാൽ മതി. ട്രൈ ടു റീകളക്ട്. ഐ ക്യാൻ ക്രിയേറ്റ് എ ലോ വിത്തൗട്ട് പാർലമെന്റ് ബട്ട് നോട്ട് അഗേൻസ്റ്റ് ഇറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. എനിവൺ? തംസപ്പ് മതി. നിങ്ങൾ ഒന്നും ഇടുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുവേ. അങ്ങനെ വിചാരിക്കാലോ അല്ലെ? ഓക്കെ, ഐ ക്യാൻ ക്രിയേറ്റ് എ ലോ വിത്തൗട്ട് പാർലമെന്റ് ബട്ട് നോട്ട് അഗേൻസ്റ്റ് ഇറ്റ്. ഓക്കെ, ഫൈൻ. Nobody is there. We'll go to the second statement. My existence depends on legislative inactivity. അതേ കോൺസെപ്റ്റിനെ പറ്റി തന്നെയുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടു, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ട്. അതേ സെയിം കോൺസെപ്റ്റിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മൈ എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ലെജിസ്ലേറ്റീവ് ഇൻആക്ടിവിറ്റി. എന്തായിരിക്കും അതൊന്നൊന്ന് ചിന്തിച്ചു നോക്കാവോ? അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഐ ക്യാൻ ക്രിയേറ്റ് എ ലോ വിത്തൗട്ട് പാർലമെന്റ് ബട്ട് നോട്ട് അഗേൻസ്റ്റ് ഇറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, മൈ എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ലെജിസ്ലേറ്റീവ് ഇൻആക്ടിവിറ്റി. എന്താവാം? കിട്ടിയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ തംസപ്പ് ഇടാം. രണ്ട് സ്റ്റേറ്റ്മെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ തംസപ്പ് ഇടാം. ഓക്കെ, ആർക്കും ഇല്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൈ ലൈഫ് എൻഡ് 6 weeks ആഫ്റ്റർ പാർലമെന്റ് മീറ്റ്സ്. ഓക്കെ, മൂന്നാം സ്റ്റേറ്റ്മെന്റിൽ കിട്ടി. ആനിന് കിട്ടി, വെരി ഗുഡ്. വേറെ ആരെങ്കിലും കിട്ടിയോ? മൈ ലൈഫ് എൻഡ്സ് 6 weeks ആഫ്റ്റർ പാർലമെന്റ് മീറ്റ്സ്. എനിവൺ എൽസ്? ഓക്കെ, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ശ്രീഷ്മയ്ക്ക് കൂടി കിട്ടിയിട്ടുണ്ട്, രണ്ടുപേര് കിട്ടി. ഓക്കെ, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഐ ആം സംടൈംസ് സീൻ ആസ് ആൻ എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ. ഇത് വളരെ ക്ലിയർ ആണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഐ ആം സംടൈംസ് സീൻ ആസ് ആൻ എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ. എനിവൺ? വിഷ്ണുവിന് കിട്ടി, വെരി ഗുഡ്. ഓക്കെ, ശ്രീലക്ഷ്മി ഒന്നുമില്ലല്ലോ. ഇനി ഓക്കെ, നമുക്ക് ഏതാ നോക്കാം. ആരാണെന്നുള്ള ആദ്യം പറയാം. ആരാണ്? ആൻ ടൈപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പറയാം. ആരെ പറ്റിയാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നത്? ഓർഡിനൻസ്, എക്സാക്ട്ലി കറക്റ്റ്. ശ്രീഷ്മ ഓർഡിനൻസ് തന്നെയായിരുന്നോ? വിഷ്ണു ഓർഡിനൻസ് തന്നെയായിരുന്നോ? ഓക്കെ, സോ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, മൈ എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ലെജിസ്ലേറ്റീവ് ഇൻആക്ടിവിറ്റി. ലെജിസ്ലേച്ചർ ഇല്ലാത്ത സമയത്താണ് എന്ത് ചെയ്യുക, ഓർഡിനൻസ് ഇറക്കുക. ലെജിസ്ലേച്ചർ പാർലമെന്റ് മീറ്റ് ചെയ്ത് വിത്തിൻ 6 weeks എന്ത് ചെയ്യും, അത് നമ്മൾ ആ ഓർഡിനൻസ് പാസ്സാക്കി, അത് ലോ ആക്കി പാസ്സാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, അതിന്റെ എക്സിസ്റ്റൻസ് നിൽക്കും. പാർലമെന്റിന് ഇല്ലെങ്കിലാണ് പറ്റുക, പക്ഷെ പാർലമെന്റിന് എതിരല്ല. പാർലമെന്റിന്റെ ലോസ് മൊത്തം പ്രൊവിഷൻസ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർഡിനൻസ് ഇറക്കാൻ പറ്റുള്ളൂ. പാർലമെന്റിന് ലോ ഉണ്ടാക്കാൻ പറ്റുന്ന ഏരിയയിൽ മാത്രമേ ഓർഡിനൻസിനും ലോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് എക്സിസ്റ്റൻസ് അല്ല, ഇറ്റ് ഈസ് കോൾഡ് ആസ് ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ. സോ ബേസിക്കലി ഓർഡിനൻസ് മേക്കിംഗ് പവറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ്സ് റിവൈസ് വാട്ട് ഈസ് ഓർഡിനൻസ്. ഓർഡിനൻസിനെ പറ്റി നമുക്ക് ബേസിക്കലി നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഓർത്തെടുക്കേണ്ട ആർട്ടിക്കിൾ എത്രയാണോ ഒന്ന് പറഞ്ഞേ, ജസ്റ്റ് റീകളക്ട് ചെയ്ത്. വാട്ട് ഈസ് ആർട്ടിക്കിൾ ഓഫ് ഓർഡിനൻസ്? പെട്ടെന്ന് പറയാം. 123 അല്ലെ? 123 ആണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ ഗവർണറിന്റെ ഓർഡിനൻസിന്റെ പവർ എത്രയാണ്? 213. നേരെ തിരിച്ചിട്ടാൽ മതി, വളരെ സിമ്പിൾ ആണ് അല്ലെ? എപ്പോഴാണ് ചെയ്യേണ്ടത്? ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് എന്തില്ല, സെക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഓർഡിനൻസ് ഇറക്കാൻ പറ്റും. ഐദർ ഹൗസ്. ഓക്കെ, ഈസി, കിട്ടി. ഹൂ വിൽ മേക്ക് ഇറ്റ്? സെൻട്രൽ ഗവൺമെന്റിലാണെങ്കിൽ പ്രസിഡന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിലാണെങ്കിൽ ഗവർണർ. കിട്ടി. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താണ്? പാർലമെന്റ് ലോ മേക്ക് ചെയ്യാൻ പറ്റുന്നിടത്ത് മാത്രമേ മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ഇല്ലാത്തപ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓർഡിനൻസ് ഇറക്കാൻ പാടുള്ളൂ. പാർലമെന്റ് സെഷനിൽ ഓർഡിനൻസ് വെക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഓർഡിനൻസ് പാർലമെന്റ് റീമീറ്റ് ചെയ്തിട്ട് അതിനകത്ത് ലെജിസ്ലേഷൻ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 6 weeks എന്ത് ചെയ്യും,
റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ 6 വീക്ക് ഇത് ഓട്ടോമാറ്റിക്കലി എക്സ്പയർ ആവും. ലിമിറ്റേഷൻസും നമ്മൾ എന്ത് ചെയ്തു ഓൾറെഡി പറഞ്ഞു. ലോ പാർലമെന്റ് ഉണ്ടാക്കാൻ വേണ്ട സ്ഥലത്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഓർഡിനൻസ് അബൌട്ട്. ഓക്കെ, ഓർഡിനൻസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ റീകളക്ട് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ. ഇപ്പൊ ആൾക്ക് ഒരു ഐഡിയ കിട്ടില്ല എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. അതിനകത്ത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക നോക്കാം കേട്ടോ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ക്യാൻ ഒറിജിനേറ്റ് ഓൺലി ഇൻ വൺ ഹൗസ്. കിട്ടിയോ? വളരെ ഡയറക്റ്റ് കിട്ടും. ഓക്കെ, ശ്രീഷ്മയ്ക്ക് കിട്ടി. വേറെ ആരെങ്കിലും? വിഷ്ണു മുങ്ങി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മൈ സർട്ടിഫിക്കേഷൻ കനോട്ട് ബി ക്വസ്റ്റ്യൻഡ് ഇൻ കോർട്ട്. എന്റെ സർട്ടിഫിക്കേഷൻ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാൻ ആന് കിട്ടി. വെരി ഗുഡ്. സോ എല്ലാവർക്കും കിട്ടിയ, ഇനി വേറെ ആരും ഇല്ലല്ലോ അല്ലെ? അഭിജിത്തിന്, ശ്രീഷ്മയ്ക്ക്. ഓക്കെ, വെരി ഗുഡ്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ അതർ ഹൗസ് ഹാസ് ഓൺലി റെക്കമെൻഡറി റോൾ. സോ എന്താണ്, നിങ്ങൾ ടൈപ്പ് ചെയ്ത് തുടങ്ങിക്കോ. എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞു, 3 പേരും പറഞ്ഞു. സോ ബേസിക്കലി എന്താണ് ഇതിന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, മൈ മിസ്യൂസ് വാസ് ചാലഞ്ച്ഡ് ഇൻ ദി ആധാർ ജഡ്ജ്മെന്റ് 2019. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എന്തിനെ പറ്റിയാണ്? ആരാണ് മച്ചൻ? മണി ബില്ലിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലെ? മണി ബില്ല്, എല്ലാവർക്കും മണി ബില്ല് തന്നെയായിരുന്നല്ലോ അല്ലെ? സോ മണി ബില്ലിന്റെ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? മണി ബില്ലിന്റെ ആർട്ടിക്കിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏത് ആർട്ടിക്കിൾ? 110 അല്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദ കണ്ടീഷൻസ് ഓഫ് മണി ബില്ലാണ് 110 പറഞ്ഞിട്ടുള്ളത്. മണി ബില്ല് ആർട്ടിക്കിൾ എവിടെയാണ് ഡിഫൈൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണി ബിൽ ഈസ് ഇൻ 109 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 1110 കണ്ടീഷൻസ് ഓഫ് മണി ബിൽ, എന്തൊക്കെ ഐറ്റംസ് ആണ് മണി ബില്ലിൽ വരിക എന്ന് പറഞ്ഞിരിക്കുന്നത് 110. ഇനി എന്താണ് മണി ബില്ല്? മണി ബില്ല് എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 110 പറഞ്ഞ കണ്ടീഷൻസിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു, രജിസ്ട്രേറ്റ് ചെയ്യുന്ന എല്ലാ ബില്ലുകളും മണി ബില്ലുകളാണ്. ആ മണി ബില്ല് ഇറക്കണമെന്നുണ്ടെങ്കിൽ പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡന്റ് ആവശ്യമാണ്. പ്രസിഡന്റ് ആവശ്യമായതുകൊണ്ട് തന്നെ ഇത് എന്തിനു മാർക്ക് പറ്റുള്ളൂ? മിനിസ്റ്ററിന് മാത്രമേ ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ മാത്രമേ ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? റെക്കമെൻഡറി റോള് മാത്രമേ ഉള്ളൂ അല്ലെ? ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും 14 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും? ഈ ബില്ല് പാസ്സായിട്ട് കൺസിഡർ ചെയ്യും. ഇനി റെക്കമെൻഡേഷൻസ് എന്തല്ല, ബൈൻഡിങ് അല്ല, വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. ഇനി സൈൻ ചെയ്ത് പ്രസിഡന്റിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യണമെന്നില്ല, പ്രസിഡന്റിന് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല അല്ലെ? പ്രസിഡന്റ് ഓൾറെഡി റെക്കമെൻഡേഷനിലാണ് ഇറങ്ങിയതുകൊണ്ട് പ്രസിഡന്റിന് ബില്ല് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള ബില്ലുമായിട്ട് മണി ബില്ലുള്ള വേറൊരു ഡിഫറൻസസ് എന്താണ്? ജോയിന്റ് സിറ്റിംഗ് എന്തല്ല, പോസിബിൾ അല്ല. ഓക്കെ, സോ വി റിവൈസ്ഡ് എന്ത് ചെയ്തു? മണി ബില്ല് റിവൈസ് ചെയ്തു. മണി ബില്ലിന് നിങ്ങൾ മറന്നു പോയത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ മണി ബില്ലിനെ പറ്റി പറഞ്ഞു. മണി ബില്ല് എന്ത് ചെയ്യാൻ പറ്റില്ല? റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. വേറെ എന്തൊക്കെ ടൈപ്പ് ബില്ലുണ്ട് അതൊന്ന് വെറുതെ ആലോചിച്ച് നോക്കി, നമുക്ക് കിട്ടുമോ നോക്കാലോ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല്, ഓർഡിനറി ബില്ലുണ്ട്, അതേപോലെ സ്പെഷ്യൽ മജോറിറ്റി വേണ്ട ബില്ലുണ്ട്, സ്പെഷ്യൽ മജോറിറ്റി ബില്ല്, സ്ട്രാറ്റിഫിക്കേഷൻ, ഇതെല്ലാം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലുകളാണ് അല്ലെ? ദെൻ മണി ബില്ലുണ്ട്. പിന്നെ എന്തുണ്ട്? ബേസിക്കലി ഓർഡിനറി ബില്ലുണ്ട്, സാധാ ലോ പാസ്സാക്കുന്ന ബില്ലുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ്? ഫിനാൻസ് ബില്ലുണ്ട്. ഫിനാൻസ് ബില്ലിൽ തന്നെ എത്ര ഉണ്ട്? 2 ഉണ്ട്. അതായത് ആർട്ടിക്കിൾ 117 ക്ലോസ് 1 ഉണ്ട്, 117 ക്ലോസ് 3 ഉണ്ട്. രണ്ടും എന്താണ്? ഫിനാൻസ് ബില്ലുകളാണ്. മണി ബില്ല് ആർട്ടിക്കിൾ 109. ഓക്കെ, ക്ലിയർ? സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തത്? ബില്ലുകളെ പറ്റി നമുക്ക് റിവിഷൻ ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. ഇത് നിങ്ങൾക്ക് കിട്ടും നോക്കിയേ. ഐ ട്രൈ ടു അൺഡു ദ ഡിസ്ട്രോഷൻ ഓഫ് എ ഡാർക്കർ ഇറ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് പല സ്ലൈഡിൽ പല സാധനങ്ങളിലൊക്കെ നമുക്ക് ക്ലൂസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ ഒബ്സർവേഷൻ പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം കിട്ടും. ഓക്കെ, ഐ ട്രൈ ടു അൺഡു ദി ഡിസ്ട്രോഷൻ ഓഫ് എ ഡാർക്കർ ഇറ. ആർക്കെങ്കിലും കിട്ടിയോ? എനിവൺ? അഭിജിത്തിന് കിട്ടിയെന്ന് പറയുന്നു. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഐ മെയ്ഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി എ ലീഗൽ റൈറ്റ്. I made right to property a legal right. കണക്ട് ചെയ്ത് നോക്കുക, കണക്ടിങ് ദ ഡോട്ട്സ്. ആൻഡ് കിട്ടി, വെരി ഗുഡ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഐ റീപ്ലേസ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് വിത്ത് ആംഡ് റിബേലിയൻ. ഒബ്വിയസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ടെസ്റ്റിൽ നിന്ന് ഈസിയിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. 3 ശ്രീഷ്മയ്ക്ക് കിട്ടി. ഇനി ഒരാൾ കൂടിയല്ലേ ഉള്ളൂ നമുക്ക് കിട്ടാൻ വേണ്ടിട്ട്. ശ്രീലക്ഷ്മി, വിഷ്ണുവിനോട് കിട്ടാം. അടുത്തതിൽ പിടിക്കാൻ പറ്റുമോ നോക്കിയോ. I resorted to freedom curtailed by the 42nd Constitutional Amendment Act. ഡയറക്റ്റ് ആണ്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങളൊന്ന് ആലോചിച്ചല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞത് അഭിത്തെ ആരാ?
അഭിത്തെ 25th അല്ല, പോയി. അത് ഒരു സാധനം ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടിയേനെ, പോയി. ഓക്കെ, 44th amendment. ശ്രീഷ്മ 44th Amendment Act. വെരി ഗുഡ്, വെരി ഗുഡ്. ബാക്കി എല്ലാവരും 44th Amendment Act അല്ല വിചാരിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, 42nd Constitutional Amendment Act എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇനി 25th താഴോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ മുന്നോട്ടായിരിക്കണം പോകേണ്ടത് അല്ലെ. അൺഡു ചെയ്തു എന്നാ പറഞ്ഞത് 42nd കാര്യം. ആംഡ് റിബേലിയൻ ആക്കി മാറ്റി. ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ള ആർട്ടിക്കിളിൽ 356 ആണ് കേട്ടോ. 356 അല്ല, 352 ആണ്. അഭിയത്തെ നീ ഉദ്ദേശിച്ചത് എമർജൻസി ആയിരുന്നെങ്കിൽ 352 ആണ്. 352 കണ്ടീഷൻസിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലെ. അത് മാറ്റി ആംഡ് റിബേലിയൻ ആക്കി 44th Amendment Act. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ത് ചെയ്തു? 44th Amendment Actൽ ഒരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. അതുവരെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിരുന്നു. ഇനി എമർജൻസിയിൽ നടന്നിട്ടുള്ള കുറെ സാധനങ്ങൾ എന്ത് ചെയ്തു? അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ആദ്യം കടന്ന കുറെ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് സാധനങ്ങൾ നമ്മൾ അൺഡു ചെയ്തു എന്നുള്ളതാണ്. സോ ഇതിന്റെ യഥാർത്ഥ ആൻസർ എന്ന് പറയുന്നത് 44th Constitutional Amendment Act ആണ്. 44th Constitutional Amendment Actൽ നമ്മൾ എന്ത് 1978 ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 44th നിങ്ങൾ മേജർ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം, the word cabinet is inserted in the constitution under article 352. So ഒറിജിനൽ എന്ത് ചെയ്യുന്നു? ആർട്ടിക്കിൾ 352 വേർഡ് ക്യാബിനറ്റ് എന്ത് ചെയ്തു? നമ്മൾ ആഡ് ചെയ്തു അണ്ടർ 44th Constitutional Amendment Act. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റ് ആണ് റൈറ്റ് ടു എന്താണ് പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആംഡ് റിബേലിയൻ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. ആംഡ് റിബേലിയൻ ആക്കി. ഇന്റേണൽ ഡിസ്റ്റർബൻസ് മാറ്റി. അതേപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടതാണ്, അതായത് എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് ഈ നാഷണൽ എമർജൻസി അംഗീകരിക്കുന്ന ടൈം പണ്ട് എന്തായിരുന്നു? ബേസിക്കലി 2 മാസമായിരുന്നു. ഈ ആർട്ടിക്കിൾ 352 മാത്രം അത് 1 month ആക്കി കുറച്ചു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ കാര്യത്തിൽ മസ്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. കാരണം ചോദ്യങ്ങൾ വരുന്ന ഏരിയ ആണ്. ആർട്ടിക്കിൾ 44th Amendment ആക്ടിലാണ് ആർട്ടിക്കിൾ 352 അണ്ടറിലുള്ള ഇന്റേണൽ ഡിസ്റ്റർബൻസ് മാറ്റി ആംഡ് റിബേലിയൻ ആക്കി. അതേപോലെ തന്നെ പാർലമെന്റ് വിത്തിൻ 2 months അപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞത് വിത്തിൻ 1 month ആക്കി മാറ്റി. അത് ആർട്ടിക്കിൾ 352 മാത്രമേ ഉള്ളൂ ആ കണ്ടീഷൻ, 1 month എന്നുള്ളത്. ബാക്കി എല്ലാത്തിനും 2 months ആണ് ആർട്ടിക്കിൾ 356 ഇപ്പോഴും. ഓക്കെ, അതേപോലെ റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്ത് മാറ്റി. വേർഡ് ക്യാബിനറ്റ് എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 352 ആഡ് ചെയ്തു. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കാം. ക്ലിയർ? നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. I came into being through a constitutional amendment, not an ordinary law. അപ്പൊ ടഫ് അല്ലെ, കുറെ എണ്ണം ഉണ്ട്. അതുകൊണ്ട് പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇതിൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഇതിനൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്തിനെ പറ്റിയായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. ഐ കെയിം ഇൻ ടു ബീയിങ് ത്രൂ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് നോട്ട് ആൻ ഓർഡിനറി ലോ. മനസ്സിലാക്കിയല്ലോ? നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഐ കെയിം ഇൻ ടു ബീയിങ് ത്രൂ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണ്, നോട്ട് ഇൻ ഓർഡിനറി ലോ. അപ്പൊ എന്താന്ന് അതിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ട എന്താന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ജുഡീഷ്യൽ റിവ്യൂ അപ്ലൈസ് ടു മീ ബട്ട് ഓൺലി ആഫ്റ്റർ ദ പ്രൊസീഡിംഗ് ഓഫീസർ ഡിസിഷൻ. Judicial review applies to me, but only after the preceding officer's decision. ആരെങ്കിലും കിട്ടിയോ? ഇല്ലല്ലോ. Judicial review applies to me, but only after the preceding officer decision. Let's go to the other question statement. My spirit is to preserve government stability, not freedom of speech in the house. Yes, and it. Okay. My spirit is to preserve the stability, not freedom of speech in the house. എനിവൺ? ഇത് ഭയങ്കര ഡയറക്റ്റ് ക്ലൂസിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മള്. ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇതിനകത്തുള്ള വലിയ വലിയ വേർഡുകളൊക്കെ ഒഴിവാക്കി ചെറിയ ചെറിയ വേർഡുകൾ ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോവാം. In 91st Amendment narrowed my loopholes but didn't touch my core. 91st Amendment എന്തായിരുന്നു? 2003. ശ്രീഷ്മയ്ക്ക് കിട്ടി. 91st Amendment Act 2003 narrowed my loopholes. Okay, 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. Anyone else? Let's reveal it. Okay, ആരാ പറ? And ആന്റി ഡിഫെക്ഷൻ, എക്സാക്ട്ലി കറക്റ്റ്. ശ്രീഷ്മ തന്നെയാണ് ഉദ്ദേശിച്ചത് അല്ലെ? ആന്റി ഡിഫെക്ഷൻ എന്താണ്? സ്റ്റെബിലിറ്റി ആണ് നോക്കുന്നത്. അതേപോലെ 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിൽ എന്ത് ചെയ്തു? സ്പ്ലിറ്റും മെർജറും തമ്മിൽ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ആൻഡ് മെർജർ. സോ മെർജർ എന്ന് പറയുന്നത് എന്താണ്? 2/3 ആളുകൾ പാർട്ടി വിട്ടു പോകുന്നതിന് മെർജർ എന്നും 1/3 ആളുകൾ പാർട്ടി വിട്ടു പോകുന്നതിന് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു. സ്പ്ലിറ്റ് കംസ് അണ്ടർ ആന്റി ഡിഫെക്ഷൻ. പക്ഷെ മെർജർ എന്താണ്? ആന്റി ഡിഫെക്ഷൻ ആയിട്ട് കൂട്ടില്ല. ദ ഐഡിയ ഇസ് ദാറ്റ് എന്താണ്? ഒരു ഹേർഡിന് എന്ത് ചെയ്യാൻ പറ്റില്ല? തെറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇൻഡിവിജ്വൽ ആളുകൾ എന്ത് ചെയ്യും? തെറ്റ് ചെയ്യും. അപ്പൊ മെർജർ എന്താണ്? ബേസിക്കലി എക്സെപ്ഷൻ ആണ്. പക്ഷെ സ്പ്ലിറ്റ് എന്തല്ല? എക്സെപ്ഷൻ അല്ല. ഐഡിയ എന്തിനാണ്? സ്റ്റെബിലിറ്റി ബ്രിങ് ചെയ്യാനും. കാരണം ആന്റി ഡിഫെക്ഷൻ അണ്ടറിൽ എന്തില്ല? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ കുറയും.
ഇൻഡിവിജ്വൽ എം പിക്ക്. പക്ഷെ ഐഡിയ എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് ദ പാർലമെന്റ് ആണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പ്രിസീഡിംഗ് ഓഫീസർ ആണ് എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് തീരുമാനം എടുക്കുന്നത്. പക്ഷെ തീരുമാനം എടുക്കുന്നവരെ ജുഡീഷ്യൽ റിവ്യൂ ഇല്ല. വൺസ് പ്രൊസീഡിംഗ് സ്പീക്കർ ഈസ് ഡിസൈഡഡ് then there is a judicial review. Okay, ഇവിടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല, കാരണം ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആണെന്ന് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഏത് അമെന്റ്മെന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി ഏത് അമെന്റ്മെന്റ് ആണ്? 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ആണ് എന്തെന്ന് പറയുന്നത് ആന്റി ഡിഫെക്ഷൻ അല്ലെ. 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് നോക്കിയാൽ 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1985 അല്ലെ. സോ അമെന്റ്മെന്റ് ആക്ടിലാണ് കൊണ്ടുവന്നത്. അതിനകത്ത് പിന്നീട് നമ്മൾ അമെന്റ് ചെയ്താണ് 91st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 2003. അതാണ് നമ്മൾ സ്പ്ലിറ്റും മെർജറും ആക്കിയിട്ടുള്ളത്. കണ്ടീഷൻസ് നിങ്ങൾക്ക് അറിയാലോ. ഒരാൾ പാർട്ടിയിൽ കയറി ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? പാർട്ടി മാറാൻ പാടില്ല. പാർട്ടിന്റെ വിപ്പിനനുസരിച്ച് നോ കോൺഫിഡൻസ് മോഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് പാർട്ടി പറയുന്ന വിപ്പിനെതിരെ എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് മെമ്പർ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇൻഡിപെൻഡന്റ് മെമ്പറായി ജയിച്ച ഒരാൾ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ബേസിക്കലി എന്തുകൊണ്ട് ഒരു നോമിനേറ്റഡ് മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുക, ഒരു പ്രസിഡന്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ he cannot join any political party after the expiry of 6 months. ഓർക്കണേ, ആഫ്റ്റർ ദി എക്സ്പയറി, അതായത് ആദ്യത്തെ 3 മാസം എന്ത് ചെയ്യാം? അയാൾക്ക് ഏതെങ്കിലും പാർട്ടിയിൽ ജോയിൻ ചെയ്യാം. പക്ഷെ 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാർട്ടിയിലും ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇതാണ് കണ്ടീഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്. ആൻഡ് എന്തെങ്കിലും ആന്റി ഡിഫെക്ഷൻ കേസസ് വന്നു കഴിഞ്ഞാൽ ദ അതോറിറ്റി ടു ഡിസൈഡ് ആരാണ്? പ്രിസൈഡിംഗ് ഓഫീസർ ആണ്, സ്പീക്കർ ആണ്. ഇനി സ്പീക്കർ എത്ര ദിവസത്തിനുള്ളിൽ ആക്ട് ചെയ്യണം? ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സ്പീക്കറിന് എന്ത് പറഞ്ഞിട്ടില്ല? ടൈം ലിമിറ്റ് പറഞ്ഞിട്ടില്ല. വൈ ദിസ് ഇസ് ഇമ്പോർട്ടന്റ്? റീസെന്റ് ഇൻ എ കേസ് സുപ്രീം കോർട്ട്, ഒരു തെലങ്കാന കേസസിൽ സുപ്രീം കോടതി പറഞ്ഞത് സ്പീക്കർ ഷുഡ് ആക്ട് ആന്റി ഡിഫെക്ഷൻ കേസിൽ വിത്തിൻ 3 months എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് സുപ്രീം കോടതിന്റെ ജഡ്ജ്മെന്റ് ആണ്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെ എന്ത് ചെയ്തിട്ടില്ല? 3 മാസത്തിനുള്ളിൽ ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ടൈം ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല? ഫിക്സ് ചെയ്യുന്നില്ല എന്ന കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ആന്റി ഡിഫെക്ഷൻ ലോ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ബേസിക്കലി, though I am not a source of power, I remain the key to the constitution spirit. വളരെ അടിപൊളി ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, പെട്ടെന്ന് കിട്ടണം. Though I am not a source of power, I remain a key to the constitution spirit. Okay, no one? Second statement, courts once said I am not justifiable, not later used me to strike down the amendments. കോർട്ട് പറഞ്ഞു ഞാൻ എന്താണ്? നോൺ ജസ്റ്റിഫയബിൾ ആണ്, പക്ഷെ എന്നെ ഉപയോഗിച്ചിട്ട് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു? കുറെ അമെന്റ്മെന്റ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ നോൺ ജസ്റ്റിഫയബിൾ ആണ്. ഡയറക്റ്റ് ആണ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ലേ? ഐ വാസ് അമെന്റഡ് ഓൺലി വൺസ് ഇൻ ഹിസ്റ്ററി. ഇത് നിങ്ങൾക്ക് കിട്ടണം, ഇതെങ്കിലും നിങ്ങൾക്ക് കിട്ടണം. ഐ വാസ് അമെന്റഡ് ഓൺലി വൺസ് ഇൻ ഹിസ്റ്ററി. യെസ്, ശ്രീഷ്മയ്ക്ക് കിട്ടി. കിട്ടിയ ഇത് നിർബന്ധമായിട്ട് കിട്ടേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു തവണ അമെന്റ് ചെയ്തിട്ടുള്ളൂ. ഒന്നുകൂടി നോക്കാവേ. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഐ ബിഗിൻ നോട്ട് വിത്ത് അതോറിറ്റി ബട്ട് വിത്ത് വി ദ പീപ്പിൾ. ഇനി എന്തായാലും കിട്ടണം. എസ് ശ്രീലക്ഷ്മി കിട്ടിക്ക്, എല്ലാവർക്കും കിട്ടി. എസ്, വാട്ട് ഈസ് ഇറ്റ്? ബേസിക്കലി എന്താണ്? preamble of the constitution ആണ് അല്ലെ. preamble of the constitution എന്താണ്? ഇറ്റ് ഈസ് നോൺ ജസ്റ്റിഫയബിൾ ആണ് preamble of the constitution എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? പക്ഷെ നോൺ ജസ്റ്റിഫയബിൾ ആണെങ്കിലും സുപ്രീം കോടതി എന്താ പറഞ്ഞിട്ടുള്ളത്? preamble should read with the other provision of the constitution എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ preamble ഉള്ള പല കാര്യങ്ങളും വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ലോസ് പല അമെന്റ്മെന്റും സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ നോൺ ജസ്റ്റിഫയബിൾ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി റെഡ് വിത്ത് അതർ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ എന്തുണ്ട്? നോൺ ജസ്റ്റിബിൾ ആണ്, പക്ഷെ ഇറ്റ് ഈസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷെ preamble ഈസ് എ നൈദർ സോഴ്സ് ഓഫ് ദ പവർ ഫോർ എക്സിക്യൂട്ടീവ് ഓർ ലെജിസ്ലേറ്റർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലക്ഷ്മികാന്തിൽ. ആൻഡ് ഇറ്റ് ഈസ് ഓൺലി അമെന്റഡ് ഇൻ വൺസ്, ദാറ്റ് ഈസ് എന്താണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വിച്ച് ആഡഡ് 3 വേർഡ്സ്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. ഈ 3 വേർഡ്സ് ആണ് എന്ത് ചെയ്തത്? ഒരു പ്രാവശ്യം അമെന്റ് ചെയ്തുള്ളൂ, അമെന്റ് ചെയ്ത് കയറ്റി. ഇനി preamble ആളുകൾക്ക് അമെന്റ് ചെയ്യാൻ പറ്റുമോ? അമെന്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് അമെന്റഡ്. ദാറ്റ് ഈസ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. ഓക്കെ, അപ്പൊ preamble എന്ത് ചെയ്യണം? നിങ്ങൾ എക്സാമിന് പ്രിലിംസിന് മുമ്പ് ഒന്ന് ജസ്റ്റ് കാണാതെ പഠിക്കണം. കാരണം ഇതിനകത്തുള്ള ഓരോ വേർഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാതെ പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, I serve as a humanitarian checks on the rigidity of judicial decision. I serve as a humanitarian check on the dignity of judicial decision. I serve as a humanitarian check on the rigidity of judicial decision. കിട്ടിയില്ലല്ലോ? ആരെങ്കിലും കിട്ടിയോ? ഇല്ല.
Second, my use reflect the principle of mercy within constitutional limit. കിട്ടേണ്ടതാണ് ഇവിടുന്ന്. I use reflect the principle of mercy within constitutional limits. കിട്ടിയോ? ഇല്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, I lie outside the judicial hierarchy yet influence judicial outcomes. I lie outside the judicial hierarchy yet influence the judicial outcome. Yes. ആൻഡ് കിട്ടി. ഈ സൈഡിലെ വേർഡ്സ് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിക്ചറിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാ പിക്ചറിലും ഇല്ല, ചില പിക്ചറിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, രേഷ്മയ്ക്ക് കിട്ടി. എനിവൺ എൽസ്? ഇല്ല. ഐ റെപ്രസെന്റ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ക്ലംസി. ഇത് കറക്റ്റ് കിട്ടും. ശ്രീലക്ഷ്മി കിട്ടി. എല്ലാവർക്കും കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. ആന ആദ്യം കിട്ടി, ശ്രീലക്ഷ്മിക്ക് കിട്ടി, ശ്രീലക്ഷ്മി കിട്ടി. അഭിജിത്ത് മോനെ? ഓക്കെ, നമുക്ക് നോക്കാം. ആരാ നോക്കാം? ആരത് പറഞ്ഞോ? ആൻഡ് പാർഡനിങ് പവർ. യെസ്, കറക്റ്റ്. ശ്രീഷ്മ, എല്ലാരും പാർഡനിങ് പവർ ആണോ ഉദ്ദേശിച്ചിരുന്നത്? അതെ, പാർഡനിങ് പവർ. Yes. So ശ്രീലക്ഷ്മി, എല്ലാരും പാർഡനിങ് പവർ. സോ വാട്ട് ഈസ് പാർഡനിങ് പവർ? പാർഡനിങ് പവർ ഓഫ് ദ പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 72 പറഞ്ഞിട്ടുള്ളത്. സോ ആർട്ടിക്കിൾ 72 പാർഡനിങ് പവർ ഓഫ് ദ പ്രസിഡന്റ് പറയുന്നുണ്ട്. അതിനകത്ത് ഡെത്ത് സെന്റൻസ് ചെയ്യാം അല്ലെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർഡനിങ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട് ഇതിനകത്ത്? ബേസിക്കലി ഇതിനകത്ത് ജുഡീഷ്യറിയിൽ നിന്ന് വേറൊരു വ്യൂ പോയിന്റ് എടുക്കാം. അതിനകത്ത് ജുഡീഷ്യറിന്റെ വ്യൂ പോയിന്റുമായി ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? എന്തെങ്കിലും ഇറർ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇറേഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാർഡനിങ് പവർ ചെയ്യുന്നത്. ഇതേപോലെ ഗവർണറിനും എന്തുണ്ട്? പാർഡനിങ് പവർ ഉണ്ട്. ഗവർണറിന്റെ പാർഡനിങ് പവറും പ്രസിഡന്റ് പാർഡനിങ് പവറും നമ്മുടെ ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഗവർണറിന് സ്റ്റേറ്റ് ലോസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രസിഡന്റിന് ബേസിക്കലി എന്താണ്? യൂണിയൻ ലോസിലാണ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ കണക്കുന്ന ലോസ് ഇതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പാർഡനിങ് പവർ ചെയ്യാൻ പറ്റും. ആ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, ജൂറിഡിക്ഷൻ ലിമിറ്റേഷനും ഉണ്ട്. ആർട്ടിക്കിൾ 72 എന്താണ്? പാർഡനിങ് പവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാൻ 2-3 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഐ ആം നോട്ട് ദി ആബ്സെൻസ് ഓഫ് ലോ ബട്ട് ദ പ്രസൻസ് ഓഫ് ജസ്റ്റ് ആൻഡ് റീസണബിൾ ലോ. ഐ ആം നോട്ട് ദി ആബ്സെൻസ് ഓഫ് ലോ ബട്ട് ദ presence of just and reasonable law. ഇല്ല. I am not the absence of law but the presence of just and reasonable law. ഞാൻ ലോ ഇല്ലാത്തതല്ല, പക്ഷെ presence of just and reasonable law ആണ് ഞാൻ. I protect individual from arbitrary control of authority. I protect individual from arbitrary control of authority. കുറച്ച് കൺഫ്യൂസിങ് അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ്, I enable citizens to think, speak and act freely within the constitutional limits. I enable citizens to think, speak and act freely within the constitutional limits. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്റെപ്രസെന്റേഷൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആരും കിട്ടിയില്ല. I am an essential ideal of the preamble. നോക്കി കിട്ടുന്നു. I am an essential ideal of the preamble. ഒരു ക്ലൂഡി തരാം. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫിലോസഫിയെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ആർട്ടിക്കിൾ ഒന്നും ആലോചിക്കണം. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫിലോസഫിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UPSC പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ആരുമില്ല, ഒരാൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. യാരത്? ആൻഡ് ലിബർട്ടി. എക്സാക്ട്ലി കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ആക്ച്വലി. അപ്പം ഓക്കെ, അത് ലിബർട്ടി എന്ന് ഞാൻ ഇട്ടില്ല. ഓക്കെ, ലിബർട്ടി ആണ് ആൻസർ വരുന്നത്. ഇതിനകത്ത് എന്താണ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ? എന്താണ്? ബേസിക്കലി ഫ്രീഡം ടു ആക്ട് ഫ്രീലി, പക്ഷേ വിത്തിൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റഡ്. ലിബർട്ടി ആർ 2 type of liberty, പോസിറ്റീവ് ലിബർട്ടി ആൻഡ് നെഗറ്റീവ് ലിബർട്ടി. ഓക്കെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ലിബർട്ടി. പോസിറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെഗറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം പറയാം. നെഗറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ റെസ്ട്രെയിൻസ്, കംപ്ലീറ്റ് ഫ്രീഡം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് നെഗറ്റീവ് ലിബർട്ടി, വിച്ച് ഇസ് മോർ ഓഫ് എ വെസ്റ്റേൺ കോൺസെപ്റ്റ്. പക്ഷെ ഇന്ത്യൻ കോൺസെപ്റ്റ് ബേസിക്കലി എന്താണ്? പോസിറ്റീവ് ലിബർട്ടി ആണ്. ദാറ്റ് മീൻസ് എന്താണ്? ഒരാളുടെ എന്താണ് മാക്സിമം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ട് ഫ്രീലി ബട്ട് വിത്തിൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റ്. സോ ലിബർട്ടി ഈസ് നോട്ട് ഡസന്റ് മീൻ ദാറ്റ് ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ്, ബട്ട് ഇറ്റ് ഈസ് എന്താണ്?
ഫെസിലിറ്റേറ്റിംഗ് ഓഫ് വൺസ് ഓൺ ഫുൾ അഡ്വാൻറ്റേജിലേക്ക് എത്തുക എന്നുള്ളത് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലിബർട്ടി. സോ ലിബർട്ടി ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത് എന്ത് ചെയ്യുന്നത് പ്രയാമ്പിളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞ പ്രയാമ്പിൾ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ലിബർട്ടി ആസ് എ കോൺസെപ്റ്റ് UPSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് ലിബർട്ടി? ഡയറക്റ്റ് ആയിരിക്കും സ്റ്റേറ്റ്മെന്റ്, വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അതെന്തായാലും എന്ത് ചെയ്യാൻ പാടില്ല, കിട്ടേണ്ടതാണ് കേട്ടോ. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. സോ അടുത്തത് ബേസിക്കലി സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. I am a rare event. I have happened only 3 times in India's history. I am a rare event. I have happened only 3 times in India's history. Srishmaki kitti. Okay. அடுத்தது. The presiding authority over me is not from the upper house. The presiding authority over me is not from the upper house. ഐ എം എ റയർ ഇവന്റ് ആണ്, വല്ലപ്പോഴും സംഭവിച്ചിട്ടുള്ളൂ. ഹിസ്റ്ററിയിൽ തന്നെ ആകെ 3 തവണ സംഭവിച്ചിട്ടുള്ളൂ. ഇത് എന്റെ പ്രസിഡന്റ് തന്നെ കിട്ടി. എന്റെ സൗണ്ടും പോയി നോക്കും. ഐ കാൻറ്റ് ബി സമൺഡ് ഫോർ എവറി കൈൻഡ് ഓഫ് ബിൽ. എല്ലാത്തിനും എന്നെ വിളിച്ചു വരുത്താൻ പറ്റില്ല. എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. എല്ലാ ബില്ലിനും എന്നെ പറ്റില്ല. ഇതിൽ കിട്ടണം. ഓക്കെ, കിട്ടിയില്ല. ലാസ്റ്റ് ഇതിൽ കിട്ടുമോ നോക്കിക്കോട്ടോ. മൈ പർപ്പസ് ഈസ് ടു റിസോൾവ് ലെജിസ്ലേറ്റീവ് ഡെഡ് ലോക്ക് ബിറ്റ്വീൻ 2 houses. ഇതിൽ എന്തായാലും കിട്ടും. കിട്ടിയാ അഭിജിത്ത് മോനെ? ശ്രീലക്ഷ്മി ഓക്കെ, പറയട്ടെ നോക്കിയാല എന്താന്നുള്ള. ആരാദ്യം പറഞ്ഞേ? ശ്രീഷ്മേ? ശ്രീഷ്മ ഉത്തരം? ജോയിന്റ് സിറ്റിംഗ്. യെസ്, എക്സാക്ട്ലി. ജോയിന്റ് സിറ്റിങ്ങിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ജോയിന്റ് സിറ്റിങ്ങിനെ പറ്റിയാണ്. ജോയിന്റ് സിറ്റിന്റെ ആർട്ടിക്കിൾ അറിയോ ആർക്കെങ്കിലും? 108 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടോക്ക് അബൌട്ട് ജോയിന്റ് സിറ്റിംഗ്. ജോയിന്റ് സിറ്റിംഗ് എല്ലാ ബില്ലിലും എന്ത് ചെയ്യാൻ പറ്റില്ല, സമൻ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ മണി ബില്ലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ജോയിന്റ് സിറ്റിംഗ് പറ്റില്ല. കാരണം അവിടെ പോസിബിലിറ്റി ഇല്ല. 14 ദിവസം കഴിയുമ്പോഴേക്കും അവിടെ ഡെഡ് ലോക്ക് വരില്ല. അപ്പൊ മണി ബില്ലിൽ എന്തായാലും ജോയിന്റ് സിറ്റിംഗ് ഇല്ല. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ജോയിന്റ് സിറ്റിംഗ് വിളിക്കാൻ പറ്റില്ല. സോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിലും ജോയിന്റ് സിറ്റിംഗിന്റെ സമയത്ത് പ്രൊസീഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന ആരായിരിക്കും? സ്പീക്കർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊസീഡിംഗ് ഓഫീസർ ഓഫ് ലോകസഭ. ഫസ്റ്റ് ചാൻസ് ആർക്കാണ്? സ്പീക്കറിനാണ്. ഓക്കെ, അപ്പം സ്പീക്കർ ആയിരിക്കും എന്ത് വരിക, ജോയിന്റ് സിറ്റിംഗിന്റെ പ്രൊസീഡിംഗ് ഓഫീസർ ആയിട്ട് വരിക. ആർട്ടിക്കിൾ 108 ഹിസ്റ്ററിയിൽ ഇതുവരെ 3 തവണ എന്ത് ചെയ്തിട്ടുള്ളൂ, ജോയിന്റ് സിറ്റിംഗ് വിളിച്ചിട്ടുള്ളൂ. സോ ഇത് എപ്പോഴും നടക്കുന്ന സിറ്റുവേഷൻ അല്ല. ഇനി ജോയിന്റ് സിറ്റിംഗ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബില്ല് എന്ത് ചെയ്യുന്നു, അതിനുശേഷം ലാപ്സ് ആവില്ല. ഫോർ എക്സാമ്പിൾ ജോയിന്റ് പ്രസിഡന്റ് അനൗൺസ് ചെയ്തതിനു ശേഷം ലോകസഭ ലാപ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല, ജോയിന്റ് സിറ്റിംഗിലുള്ള ബില്ല് എന്ത് ചെയ്യില്ല, ലാപ്സ് ആവില്ല. ഈ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ ഫൈൻ. ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലായോ? മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വേർഡാണ് ആരാ എന്നുള്ള. ഇഷ്ടംപോലെ സിനിമകൾ ഉണ്ടെന്ന് ഇന്ന് ഞാനിങ്ങനെ തപ്പിയപ്പോ എനിക്ക് കിട്ടി. ഓക്കെ, ഞാൻ വെച്ചിങ്ങോട്ട് കടക്ക് പുറത്ത് കഴിഞ്ഞു. ഇതായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. ബേസിക്കലി ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹിന്റ് നിങ്ങളെ തന്നിട്ട് നിങ്ങളെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ബേസിക്കലി നമ്മളെല്ലാം പറഞ്ഞു തരിക എന്നുള്ളതല്ല, നിങ്ങളെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു, ഓരോ സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴും ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് നിങ്ങൾ മാക്സിമം തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഹൗ ദിസ് ഈസ് ആക്ച്വലി ഗോയിങ് ടു വർക്ക്, ഇന്റേണലി എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ഇത് തിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ ഇനി നിങ്ങൾ മറക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബ്രെയിൻ ആക്ച്വലി കുറച്ചുകൂടി എന്ത് ചെയ്യണം, ഭയങ്കര എൻഗേജിങ് ആയി ഇത് എങ്ങനെയൊക്കെ റിവിഷൻ ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇത് പുറത്തെടുക്കാൻ പറ്റും എന്നുള്ള ബ്രെയിൻ എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ്ലി തിങ്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ റിവിഷൻ പരിപാടി നടത്തുന്നത്. കുറച്ച് ടോപ്പിക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. വൺസ് അത് റിവിഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് മറന്നു പോവുകയില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, സോ ഈ സെക്ഷൻ ആക്ച്വലി മീൻസ് ഇത് നമ്മളും ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ചെയ്തു നോക്കുന്നത്. സോ ഈ വാസ് ഇറ്റ് ഹെൽപ്ഫുൾ ആക്ച്വലി, വാസ് ഇറ്റ് ഗുഡ്, നല്ലതായിരുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, ബാക്കിയുള്ള അഭിപ്രായം? നല്ലതായിരുന്നു. ഓക്കെ, ഇങ്ങനെ സെഷൻസ് നമുക്ക് ഇനി നടത്താം അല്ലെ. അപ്പൊ എല്ലാ വീക്കും എന്തുണ്ടാവും, റൈസ് അപ്പ് പ്രിലിംസ് ടെസ്റ്റ് സീരീസിന്റെ ഭാഗമായിട്ട് ആ വീക്കിൽ പഠിക്കുന്ന ടോപ്പിക്കുകളുടെ ഒരു 6 സെഷൻസ് ഉണ്ടാവും. ബേസിക്കലി ഇവിടെ നമ്മൾ വർത്താനം പറയുന്നതിലല്ല അർത്ഥം, നിങ്ങൾ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ക്ലാസ്സുകളിൽ നിങ്ങൾ വെറുതെ കിടന്ന് ഉറങ്ങുകയും ഞങ്ങൾ സംസാരിക്കുകയാണ്. ബേസിക്കലി എന്താണ് ഇവിടെ, നിങ്ങൾ പ്രവർത്തിക്കുകയും
Okay, just a role reversal. So your brain has to recollect everything. That is what revise, recall and rise up എന്ന് പറയുന്ന program all about. Okay, നിങ്ങളെ ബ്രെയിനിനെ മാക്സിമം ആക്ടിവേറ്റ് ചെയ്യിക്കുക, നിങ്ങൾക്ക് എന്ത് റിവിഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അടുത്ത നെക്സ്റ്റ് സെക്ഷനിലും എന്ത് ചെയ്യാം, മാക്സിമം എല്ലാവരും പങ്കെടുക്കുക. And thank you so much for participating, and you guys actually performed very well. For ചിലതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷെ എല്ലാവരും ഏകദേശം എന്ത് ചെയ്തു, മോസ്റ്റ്ലി എല്ലാവർക്കും ഒരു 6+ ഒക്കെ എല്ലാവർക്കും കിട്ടി. സോ ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. Study well. Thank you, sir. Who take test on Sunday വന്ന് എന്തായാലും ടെസ്റ്റ് എടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you.